കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 20/6/2025 എന്ന ഞായറാഴ്ചയുടെ പകൽവേളയിൽ ഭവനാന്തരീക്ഷത്തിൽ വിശുദ്ധ സഭായുഗമായി കൂടിവരുവാൻ കർത്താവ് നമുക്ക് ആയുസ് നീട്ടിത്തന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ ഏഷ്യൻ രാജ്യം യുദ്ധത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. ലേറ്റസ്റ്റായിട്ടുള്ള ഒരു വാർത്ത, ഇന്ന് രാവിലെ ഇറാൻ്റെ മേൽ ശക്തിയേറിയ ആക്രമണം അമേരിക്ക അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. ഇതൊക്കെ എന്തിനാ ഭാഷ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, യുദ്ധങ്ങൾ പോലും ദൈവഹിതപ്രകാരം നടക്കുന്നതാണ്. ദൈവവചന വ്യവസ്ഥ പ്രകാരം ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഉന്മൂലനാശം എന്ന് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നു. ഈ ഉന്മൂലനാശം എന്ന് പറയപ്പെടുന്നത് 3 യുദ്ധങ്ങളെ കുറിച്ചാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. അത് വേദപുസ്തക ഭാഷയാണ്. ഉന്മൂലനാശം. അത് 1-ാം ലോകമഹായുദ്ധത്തെയും 2-ാം ലോകമഹായുദ്ധത്തെയും ഇനിയൊരു 3-ാം ലോകമഹായുദ്ധം നടക്കാൻ പോകുന്നു, അതിനെയും കുറിച്ചാണ് പറയുന്നതെന്ന് വേദപണ്ഡിതന്മാർ ശക്തമായിട്ട് അവകാശപ്പെടുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മൾ കാണാതെ പോകരുത്, കേൾക്കാതെ പോകരുത്. ഹല്ലേലൂയ. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അതങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഞാൻ അതിന് ഉന്മൂലനാശം വരുത്തും. അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും. അവന് ഞാനത് കൊടുക്കും. ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്, യെഹെസ്കേൽ പ്രവാചകനിലൂടെ എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ പ്രാവചനിക നിവൃത്തിയാണെന്ന് ദൈവജനം ഗ്രഹിക്കണം. കൊരിന്ത് സഭ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി. അതുകൊണ്ട് അവർക്ക് ലഭിച്ച ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, അത് അപ്പോസ്തലന്മാരെ പോലെയായി. ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് വേദപുസ്തകം വായിക്കാൻ സമയമില്ല. അവരെ മൊബൈലിൽ കിടന്ന് മാന്തി കളിക്കുക. സത്യവേദ പുസ്തകം വായിച്ച് പഠിച്ച് തിരുവെഴുത്തുകളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ എന്തോ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, വചനത്തിലൂടെ ഒരു തെളിവ് ഞാൻ തരാം. മത്തായി 4, ലൂക്കോസ് 4, ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിക്കുന്ന സമയത്ത് ദൈവവചനമെന്ന വാളെടുത്ത് പിശാചിനെതിരെ എന്ത് ചെയ്യുന്നു? പ്രയോഗിക്കുന്നു. പിശാച് വിട്ടുപോകാനിടയായി. ഇന്നത്തെ പെന്തക്കോസ്തുകാരെയാണ് പിശാച് പരീക്ഷിച്ചെങ്കിൽ ഞാനതിന് പറയാൻ മറുപടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ പലസ്തീൻ നാട്ടിലെ കല്ലുകളെല്ലാം അപ്പമായി തീർന്നേനെ. ചാടാൻ പറയുന്നതിന് മുമ്പ് എടുത്ത് ചാടി കൈയും കാലും ഒടിഞ്ഞവിടെ കിടന്നേനെ. വീട് നമസ്കരിക്കാൻ പറയുന്നതിന് മുമ്പ് കുമ്പിട്ട് വീട് നമസ്കരിച്ച് ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം വാരിക്കോരി കൂട്ടി നരകത്തിലോട്ട് പോയേനെ. ഇനിയിപ്പോൾ കുറച്ച് പറയേണ്ട കാലമൊക്കെ നിർത്തി ഇനി കറക്റ്റായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോവുക. സംഭവം എല്ലാം തീരാറായിരിക്കുക. ദേശം കർത്താവിൻ്റെ വരമായി ലോകസംഭവങ്ങൾ ഒരുപോലെ ഒരേ ശബ്ദത്തിൽ അത് വിളിച്ചു പറയുക. പ്രാവചനിക നിവൃത്തികൾ കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ എന്തിനാ ഇത്ര ശക്തമായിട്ട് വിളിച്ചു പറയുന്നത്? അരിമനാഥൻ്റെ വരവ് അടുത്തുപോയി. കാഹളം ധ്വനിക്കാൻ സമയമായി. വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് പറന്നു പോകാൻ സമയമായി. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന വൃതന്മാർ, വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ പറന്നു പോകാൻ സമയമായി. ഈ ഭൗതികത്തിൻ്റെ പുറകെ നടന്ന്
വാരിക്കോരി കൂട്ടി വെച്ച് അവസാനം നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുമെന്ന വചനപ്രകാരം ആ നിക്ഷേപത്തിൻ്റെ മേൽ ഹൃദയം വെച്ച് ഹൃദയം കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് 1 പത്രോസ് 1:13 പറയുമ്പോൾ ഇവിടെ ഹൃദയം ഭൗതികത്തിന്മേൽ ഉടക്കിയാൽ, നിക്ഷേപത്തിൽ ഉടക്കിയാൽ നിന്റെ നിത്യത നഷ്ടമാകും. അതുകൊണ്ട് ഇത്ര തെളിച്ചു പറയുന്നത്. ഇത്രയൊന്നും ആരും തെളിച്ച് പറയത്തില്ല. പറയുമായിരിക്കാം, പക്ഷെ ഞാനങ്ങ് തെളിച്ച് പറയുക. നമുക്കാരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം. കർത്താവാണ് നമ്മളെ സന്തോഷത്തോടെ നടത്തുന്നത്. വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. അതുകൊണ്ട് നമുക്കൊന്നും കൊണ്ട് പേടിക്കാനില്ല. സ്തോത്രം. പഴയ നിയമത്തിലൊരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. ഒത്തിരി സമ്പത്തുകളുടെ അപഹാരം ഞാൻ സഹിച്ചിട്ടുണ്ട്. ഒത്തിരി ഞാൻ ചതിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കർത്താവ് എന്നെ ഈ വചനത്തിൽ നിർത്തിയിരിക്കുക. ഇവിടെ നഷ്ടം സഹിച്ചെങ്കിൽ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. പെന്തക്കോസ്ത് സമൂഹമേ, നമ്മുടെ ഹൃദയത്തിലോട്ടൊക്കെ ഈ വാക്യം ഒന്ന് അടർത്തി എഴുത്. ഇവിടുത്തെ ഭൗതികത്തിൻ്റെ പിറകെ കിടന്ന് ഓടാതെ. സ്തോത്രം. പണ്ടൊരു കുറുക്കൻ ഒരു മുയലിനെ ഓടിച്ചിട്ട കഥ എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. മുയലങ്ങ് ഭയങ്കരമായിട്ട് ഓടുക. കുറുക്കനാണെങ്കിലോ എങ്ങനെയും അവനെ പിടിച്ച് ശാപ്പിടണമെന്നും പറഞ്ഞ് കുറുക്കനും ഓടുക. രണ്ടുപേരും ശക്തിയോടെ ഓടുക. ഈ രണ്ടുപേരുടെ ഓട്ടത്തിന് 2 ലക്ഷ്യങ്ങളാണ്. എന്താണ് ആ ലക്ഷ്യം? ഇച്ചിരി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ പറയാം. മുയലോടുന്നത് ജീവന് വേണ്ടിയാണ്. കുറുക്കനോടുന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ്. മനസ്സിലായല്ലോ? അതതിൻ്റെ കാര്യം. നമ്മളെന്തിനു വേണ്ടിയാണ് ഓടുന്നത്? നമ്മളെന്തിനു വേണ്ടിയാണ് കൃഷി ജീവിതം നയിക്കുന്നത്? പാടം കടിച്ച് സുഖമായിട്ടിങ്ങനെ കിടന്ന് സുഖിച്ച് ഉളച്ച് ജീവിക്കാനോ? അല്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അത് കഷ്ടതയാണെങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ, ഞെരുക്കമാണെങ്കിൽ, വളരെ നല്ലത് കൃഷി ജീവിതം നയിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. സമൃദ്ധിയുടെ മടിത്തട്ടിൽ കിടക്കുന്നവർക്ക് ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. ഇന്നത്തെ ധനാഢ്യന്മാരെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുക, സമ്പത്ത് വെച്ചിരിക്കുന്ന പലരെയും സുവിശേഷ വേല ചെയ്ത് കാശുണ്ടാക്കി സുഖിക്കുന്ന സൂര്യന്മാർക്ക് ഒരു സ്വസ്ഥതയില്ല. അവർ രാത്രി മദ്യപിച്ച് മതോന്മത്തരായിട്ടാണ് പലരും കിടന്നുറങ്ങുന്നതെന്നാണ് അറിവ്. അവർ പുൾപിറ്റിൽ വരുമ്പോൾ അവരുടെ കയ്യും കാലും ഒക്കെ പൊക്കി അവർ വചനമൊക്കെ പറയും. രാത്രി അവർ മദ്യലഹരിയിലാണ് കിടന്നുറങ്ങുന്നത്. ഈ രഹസ്യം നിങ്ങൾ മനസ്സിലാകാതിരിക്കരുത്. ഇന്ന് പല ബന്ധക്കോസുകാർക്ക് അതറിയത്തില്ല. ഞാനത് മനസ്സിലാക്കിയവൻ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ ഗതികെട്ട അനുഭവം നമുക്കുണ്ടാകരുത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ദൈവത്തിൻ്റെ മുൻപാകെ നമുക്കൊരു ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയും. ഈ യുദ്ധങ്ങൾ ഇസ്രയേൽ പർവ്വത നിരകളിൽ ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന വലിയ മഹായുദ്ധത്തിൻ്റെ മുന്നോടിയാണെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനങ്ങ് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബേൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യെഹെസ്കേൽ 38:1 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. രോഷ്, മേശക്, തോബേൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടി ഒട്ടൊഴിയാതെ പരിചയും തലക്കോരിയും ധരിച്ച പാർസികൾ. പാർസി ഏതാ? ഇന്ന് അമേരിക്ക അടിച്ചു പൊളിച്ച ഇറാൻ,
ഇസ്രയേലിനോട് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിരോധം വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണ് പാർസി രാജ്യം അഥവാ ഇറാൻ. ഞങ്ങൾ ഈ വിദേശ നാടുകളിൽ പോയിട്ടുള്ളതുകൊണ്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ, ഒരല്പ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടുത്തെ രാജ്യത്തിൻ്റെ നിലപാടുകളും കാര്യങ്ങളൊക്കെ. ഇറാനും ഇസ്രയേലിനെതിരെ ഘോരമായ പകയും വിദ്വേഷം വെച്ച് പുലർത്തിയതാണ്. തകർന്ന് തരിപ്പണമായി ഗദ്ദാഫി ഭരിച്ച നാട്, അതുപോലെ സിറിയ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ദൈവജനമായ ഇസ്രയേലിനെതിരെ ഘോരമായ അസൂയയും പകയും പിണക്കവും ഒക്കെ വെച്ച് പുലർത്തിയവരാണ്. തമ്പുരാൻ അതെല്ലാം തകർത്ത് കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം. അത് മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, ഇത് ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്. ഇസ്രയേലിനെ തച്ചുടയ്ക്കാൻ ദൈവം ആരും അനുവദിക്കും. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 38-39 അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അവർ കുത്തിയവങ്കിലേക്ക് നോക്കി അനുദപിക്കുവാൻ, അവരിൽ 1/3 നശിക്കുന്ന ഒരു ഘോരമായ യുദ്ധം ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ അഥവാ റഷ്യയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കും. പാർസികൾ കൂശ്യർ, കൂത്യർ, ഗോമര്, അവിടെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളും നിന്നോടുകൂടി പുറപ്പെടുവാറാക്കും. ഒരുങ്ങിക്കൊള്ളുക. നീ നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹത്തെയും ഒരുങ്ങിക്കൊള്ളുവിൻ. നീ അവർക്ക് മേധാവിയായിരിക്കുക. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. അപ്പം നീ ഒരുങ്ങിക്കോ, നിന്നെ സന്ദർശിക്കുന്ന സമയം ഉണ്ടെന്ന് പറയുക പ്രവാചകൻ. വാളിനൊഴിഞ്ഞു പോകുന്ന പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രയേൽ പർവ്വത നിരകളിൽ തന്നെ ഉണ്ടോ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. ആ വസിക്കുന്ന സമയത്താണ് അവനെതിരെ യുദ്ധം ചെയ്യും. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടിയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. ഹല്ലേലൂയ. എന്നാൽ ഈ കൂടി വരുന്ന ജനത്തെ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? കന്നുകാലികൾക്ക് തിന്നാൻ ഇട്ട് കൊടുക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പ്രവചന ഭാഗങ്ങൾ വായിച്ച് ദൈവമക്കൾ പഠിച്ചോണേ, ദൈവത്തെ ഓർത്ത്. ഈ കടന്നു വരുന്ന ജനത്തെ 39:17 ഞാൻ വായിക്കുന്നു. മനുഷ്യപുത്രായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സകലവിധ പക്ഷികളോടും എല്ലാ കാട്ടുമൃഗങ്ങളോടും നീ പറയേണ്ടത്, നിങ്ങൾ കൂടി വരുവിൻ. നിങ്ങൾ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇസ്രയേൽ പർവ്വത നിരകളിൽ ഒരു മഹായാഗമായി നിങ്ങൾക്ക് വേണ്ടി അറുപ്പാൻ പോകുന്ന എൻ്റെ യാഗത്തിന് 4 പുറത്ത് നിന്ന് കൂടി വരുവിൻ. നിങ്ങൾ വീരന്മാരുടെ മാംസം തിന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കണം. അവരൊക്കെയും ബശാനിലെ തടിപ്പിച്ച ആട്ടുകൊറ്റന്മാരും കുഞ്ഞാടുകളും കോലാട്ടുകൊറ്റന്മാരും കാളകളും തന്നെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അറുത്തിരിക്കുന്ന എൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ തൃപ്തരാകുവോളം മേധസ് തിന്നുകയും ലഹരിയാകുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ഇസ്രയേൽ പർവ്വത നിരകളിൽ കടന്നു വരുന്ന ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന പട്ടാള സമൂഹത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒരു വലിയ യാഗം, അതായത് അവർക്ക് വേണ്ടി യാഗം അറുക്കുന്ന പോലെ അറുത്ത് തിന്നാൻ കൊടുക്കുമെന്ന പ്രവാചകൻ പറയുന്നേ. ഇന്ന് കാണുന്ന ഈ മനോഹരമായ ഈ പട്ടാള വ്യൂഹത്തെ മൃഗങ്ങളും പക്ഷികളും കൊത്തി വലിച്ച് തിന്നുവെന്ന് പ്രവാചകൻ പ്രവചിച്ചെങ്കിൽ 100% അത് സംഭവിക്കും. അതിനുവേണ്ടിയുള്ള യുദ്ധത്തിൻ്റെ ഒരു പുറപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തന്മാരെ, നമ്മളിത് മനസ്സിലാക്കണം. ലോകത്തിന് വേണ്ടിയും പണം സമ്പാദിക്കാനും പേരും പ്രശസ്തിക്കും കസേരയ്ക്കും കോടതിയിലും കേസിനും വഴക്കിനും വക്കാണത്തിനും ഓടി നടക്കുന്ന ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഇതൊന്നും മനസ്സിലാക്കണം. ഇതൊക്കെ നിർത്തിയിട്ട് അരുമനാഥൻ്റെ വരവിന് വേണ്ടി തലകളെ ഉയർത്തുക, ഒരുങ്ങുക, ഉണരുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണം. പ്രവാചകന്മാർ മുൻപറഞ്ഞത് പ്രാവചനിക സൂക്തങ്ങളാണ്. ഇതാ എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ അത് നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ തോറ്റ് തുന്നമ്പാടി കഴിയുമ്പോൾ അവൻ അടങ്ങിയിരിക്കുകയില്ല. അവനെ കൊണ്ട് ഇസ്രയേലിനെതിരെ അടിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്യും?
ഗോഗ് മാഗോഗിന്റെ നേതൃത്വത്തിൽ അവൻ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ കടന്നു വരും. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയത്തിലെ വാശി അവൻ കളയത്തില്ല. അതിന് വേറൊരു വചനഭാഗം, റഷ്യക്ക് ഇതിനോട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞു വെച്ചു ഗോഗ് മാഗോഗിന്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്യുമെന്ന്. അതുകൊണ്ട് റഷ്യയുടെ ചൂണ്ടൽ കൊളുത്തിട്ട് അവനെ വലിച്ചുകൊണ്ട് പോകുമെന്ന്. എന്തൊരു വിരോധാഭാസം നമുക്ക് കേൾക്കുമ്പോൾ. ഒരു മീനിൻ്റെ ചെകിളയിൽ ചൂണ്ടൽ കൊളുത്തിയാൽ പിന്നെ ആ മീനിൻ്റെ ഇഷ്ടപ്രകാരം പോകാൻ പറ്റത്തില്ല. ആരാണ് ആ ചൂണ്ട ഇട്ടത്? ആ ചൂണ്ട ഇട്ടവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മീനിന് പോകാൻ പറ്റത്തുള്ളൂ. അവരെ കൊളുത്തി പിടിച്ചു കഴിക്കും. അങ്ങനെയല്ലേ മീൻ പിടിക്കുന്നത്? വലിയ വലിയ മീനിനെയൊക്കെ ചൂണ്ട കൊളുത്തി പിടിക്കുന്നത് അങ്ങനെയാണ്. 10-15 കിലോ ഒക്കെ ഉള്ള മീനിനെ വലിയ ചൂണ്ടയിൽ പിടിക്കുക ചെയ്യുന്നത്. ചൂണ്ട കൊളുത്തി കഴിഞ്ഞാൽ മീൻ ഇഷ്ടപ്രകാരം പോകാൻ പറ്റത്തില്ല. പുടിൻ്റെ ഇഷ്ടപ്രകാരം പോകാൻ പറ്റത്തില്ല. പുടിന് യുദ്ധം ചെയ്യേണ്ടെന്നുള്ള ചിന്താഗതി ഉണ്ടായാൽ പോലും ദൈവം പറഞ്ഞ് നീ പോയേ പറ്റൂ. ചൂണ്ട കൊളുത്തി എൻ്റെ ജനമായ ഇസ്രായേലിന് നേരെ വരുത്തുമെന്ന് പ്രവാചകൻ പറയും. ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് സന്തോഷിക്കുക ദൈവമക്കളെ. ഈ വചനങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ വലിയ ആശ്വാസമാണ്. ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും തമ്പുരാൻ എഴുതി വെച്ച വചനത്തിൻ്റെ ഒരു വള്ളി പോലും പുള്ളി പോലും മാറ്റപ്പെടുകയില്ല. അത് അക്ഷരം പ്രതി നിറവേറും. ഞാനും നീയും അത് വിശ്വസിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ പുതുക്ക്. കർത്താവിൻ്റെ വരവായി. ഭൗതികത്തിൻ്റെ പുറകെയുള്ള ഓട്ടം നിർത്ത്. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ഉന്തിയിടല് കൊരപ്പിച്ച് ചിരിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് അവരുടെ കയ്യിരിക്കുന്ന ഭൗതികം വാങ്ങി തിന്നുന്ന കള്ളപ്രവാചകന്മാരും ദുർവ്രഷ്ടകന്മാരും ഇത് ശ്രദ്ധിക്കുന്നെങ്കിൽ മടങ്ങിവാ. ഈ ചപ്പടി വിദ്യകൾ വെച്ച് മടങ്ങിവാ. നിർത്തിയിട്ട് മടങ്ങിവാ. കർത്താവിൻ്റെ വരവായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കത്തില്ല. ഇതാ പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നു. യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, ദാനിയേൽ, ഹോശേ മുതൽ മലാഖി വരെയുള്ള ചെറിയ പ്രവാചകന്മാർ. മോശ പ്രവാചകനാണ്. ശമൂവേൽ ഒരു പ്രവാചകനാണ്. ദാവീദ് പ്രവാചകനാണ്. ശലോമൻ പ്രവാചകനാണ്. കർത്താവ് പ്രവാചകനാണ്. അപ്പോസ്തലന്മാർ പ്രവാചകന്മാരാണ്. അവരെല്ലാം എഴുതി വെച്ചിരിക്കുന്ന വചനങ്ങൾ നിവൃത്തിയാകാൻ പോവുക. ഭൗതികത്തിൻ്റെ പുറകെയുള്ള ഓട്ടം നിർത്ത്. കോടിക്കണക്കിന് സമ്പാദിച്ചു വെക്കണമെന്നുള്ള ആ പൈശാചിക ചിന്താഗതി വിട്. ഇല്ലെങ്കിൽ എന്താ പറ്റും? നരകക്കുഴി പോയി കിടന്ന് അഴിയണ്ണേണ്ടി വരും. നിന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും കാണത്തില്ല. ധനവാന്റെ റിക്വസ്റ്റ് അറിയാമല്ലോ, ലൂക്കോസ് 16. അവനെന്തൊക്കെ പറഞ്ഞു? വെള്ളം വേണം, സഹോദരന്മാരുടെയൊക്കെ പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഒന്നും നടക്കില്ല കുഞ്ഞെ, അവിടെ കിടന്നോളാൻ പറഞ്ഞു. കോടാനുകോടി വർഷം ആ യാതനാ സ്ഥലത്ത് കിടന്നവൻ യാതന അനുഭവിക്കേണ്ട അവസ്ഥ വന്നു എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്? നരകത്തിൽ പോയ അതല്ലേ അവസ്ഥ? ആ നരകത്തിലേക്കുള്ള വഴി ഒഴിഞ്ഞു പോകാനാണ് ഈ കുഞ്ഞു ഉപദേശി ഇവിടെ ഇരുന്ന് ഈ കണ്ഠക്ഷോഭം ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഭൗതികം പിടിച്ചെടുക്കാനൊന്നുമില്ല. മനസ്സിലാകണം. നരകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഞാൻ ഈ ദൂത് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. കർത്താവും തൻ്റെ അപ്പോസ്തലന്മാരും തന്നിരിക്കുന്ന വചനങ്ങളെ, കാരണം സ്വർഗത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയത് യോഹന്നാൻ അപ്പോസ്തലനും കർത്താവും. യോഹന്നാൻ സ്നാപകൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്തോത്രം അവൻ്റെ ശിഷ്യഗണങ്ങൾ പറഞ്ഞു. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ സ്വർഗത്തിലെ ഒരു ഗോവേണി എത്തുന്ന ചരിത്രം ഉൽപ്പത്തി പറയുന്നുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ് ആ ഗോവേണി എന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അതിന് തർക്കങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ സ്വർഗത്ത് പോകാനുള്ള വഴി കർത്താവും അപ്പോസ്തലന്മാരും തരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത്ര കണ്ഠക്ഷോഭം ചെയ്യുന്നു. നമുക്ക് അങ്ങോട്ട് പോകാൻ ഒരുങ്ങാം. ഇവിടെയെല്ലാം തീരാൻ പോകാം. നിങ്ങൾ ഇതിനെ ഏൽപ്പിച്ച ആ വചനഭാഗം പിന്നീട് ഘട്ടങ്ങളുമായി ഇതിനെക്കുറിച്ച് പറയുമെന്നുള്ളതുകൊണ്ട് തൽക്കാലം നിർത്തിയിട്ട് ഇന്ന് പകലിൽ ഞങ്ങൾക്ക് ധ്യാനിക്കാനായിട്ട് കർത്താവ് തന്ന വചനഭാഗം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം എവിടെയാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്? ഹലോ, എവിടെ വായിച്ച് കേൾക്കുന്നത് അറിയാമോ? മരണ വീട്ടിൽ. സ്വോത്രം. ജീവനോടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ ഇതൊന്നും വിശ്വാസികളെ പഠിപ്പിക്കത്തില്ല. സങ്കീർത്തനം വായിച്ച് അവൻ്റെ ഇടപാട് തീർക്കുക ചെയ്യുന്നു. PM ജോസഫ് എന്ന് പറഞ്ഞ IPCയിലെ ഒരു പ്രസിദ്ധനായ കർത്താവിൻ്റെ ദാസനുണ്ട്. അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുക. അനുഗ്രഹീതനായ ദേവദാസൻ. ഞാൻ അദ്ദേഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ കേട്ടുപഠിക്കാനിടയായി. അതുപോലെയുള്ളവരൊന്നും ഇന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ചിലപ്പോൾ മഷിയിട്ട് നോക്കിയാൽ ഒന്നോ രണ്ടൊക്കെ കണ്ടേക്കും.
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ പ്രസ്ഥാനത്തിൽ പാസ്റ്റർമാർക്ക് സങ്കീർത്തന വായന, സങ്കീർത്തനം ഇല്ലെങ്കിൽ അവർക്ക് ശുശ്രൂഷയില്ല. ഞാനത് ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് സങ്കീർത്തനത്തോടെ ഇതിലൊന്നുമില്ല. അത് ഇസ്രായേൽ മക്കൾക്ക് എഴുതി വെച്ചത് ആ കാര്യങ്ങളാണ്. പുതിയ നിയമസഭയായിട്ട് വലിയ ബന്ധമൊന്നും സങ്കീർത്തന പല ഭാഗങ്ങൾ ഞാൻ കോട്ടിയാറുണ്ട്. പല പ്രാവചനിക കോട്ടിയാൽ വാതിലുകളെ ഏതുകിട തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് മഹത്വത്തിൻ്റെ രാജാവ്? ബലവാനും വീരനുമായ യഹോവ തന്നെ. അത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചനവാക്യമാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി കർത്താവ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്യമാണത്. പല കാര്യങ്ങൾ ബുദ്ധിപദേശങ്ങളായി പഠിക്കാനും നമുക്ക് ധ്യാനിക്കാനും ഒക്കെ അതിലുണ്ട്. ഞാനതിനെതിരില്ല. എന്നാൽ കർത്താവും രക്ഷിതവുമായവൻ തന്ന കൽപ്പന അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്, ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പതിവചനം ഭക്തിക്കൊത്ത ഉപദേശമാണ്. യാക്കോബിന് പറയുന്ന രാജകീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. ഹല്ലേലൂയ. പൗലോസ് ഗലാത്യ ലേഖനം 6:2 പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. അതോ നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കേണ്ടത്. സങ്കീർത്തനം വായിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ഒരുവന് വേണ്ടി ഒരുങ്ങാൻ പറ്റുമോ നമുക്ക്? അങ്ങനെയെങ്കിൽ മത്തായി 28:20 അർത്ഥം എന്താണ്? കൂടെ കൊണ്ടു നടന്ന് 3.5 വർഷം പഠിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. യേശു ക്രിസ്തു പറഞ്ഞ ശിഷ്യരാക്കുന്ന രീതിയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? മോശയുടെ പ്രമാണം പ്രസംഗിച്ച് ജനത്തെ കോടതിയിലും വഴക്കിനും വക്കാണത്തിനും വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ? മടങ്ങിവാ, ഇന്ന് പിൽക്കാലം മടങ്ങിവാ പാസ്റ്റർമാരെ. കർത്താവിൻ്റെ വചനം പ്രസംഗിക്ക്, അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിക്ക്, ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്ക്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഇതൊക്കെ ഞാൻ എന്തിനാ ഈ പറയുന്നേ? പക്ഷേ ഇതൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊന്നാണെങ്കിൽ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുക, നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക, മടങ്ങി വാ. മനോഹരമായ നിലയിൽ ഈ ലേഖന ഭാഗങ്ങളും ലേഖനങ്ങളാണ് ദൈവസഭയുടെ ഉപദേശം. തർക്കമില്ലാത്ത വിഷയമാണ്. പുതിയ നിയമസഭയുടെ ഉപദേശം ലേഖനങ്ങളാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2 പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ നിറവോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. 3000 പേര് അതിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ ആണിയടിച്ചവനും കൈപിടിച്ചു കൊടുത്തവനും എല്ലാവരും ഉണ്ട്. നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ഇതാ പ്രസംഗിക്കുന്നു എന്ന് പത്രോസ് അവിടെ പ്രസംഗിക്കുന്നു. അത് കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് മുമ്പോട്ട് വന്നു 3000 പേർ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. പ്രവൃത്തി 2:42 ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗം അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. ഇന്നത്തെ IPCയും ഷാരോനും ചർച്ച ബോർഡും രഹബോത്തും ആബോത്തും എല്ലാം ഈ പ്രമാണം അനുസരിച്ചാൽ ദൈവത്തിൻ്റെ സഭയാണ്, അല്ലെങ്കിൽ അത് സഭയല്ല. പിന്നെന്താ പാസ്റ്ററെ? വെറുതെ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം, ഒരു ഗ്യാതറിങ് മാത്രം. തമിഴൻ പറയുന്ന പോലെ കൂട്ടം പോട്ടിருக்கு, പെരിയ കൂട്ടം പോട്ടിருக்கு. ഞങ്ങളുടെ തമിഴ് പാസ്റ്റർ വന്നിരിക്കാർ കൊറിയ കൂട്ടം പോട്ടിருக்கு. എത്ര കൂട്ടം പോട്ടിருக்கு? 5000, 10000, 15000 എല്ലാം പോട്ടിருக்கு. ഈ പോട്ടിருக்குന്നും പറഞ്ഞ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിശാചി പിടിച്ച് നിന്നെ ഈർക്കും അവസാനം. ഹല്ലേലൂയ. ഹാസ്യമായിട്ട് പറയുന്നതായിട്ട് ചിന്തിക്കരുത്, കരഞ്ഞോണം. ഇത് കേട്ട്, ഈ ദൂത് കേട്ട് കരയണം പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ വരവായി ഇനി അധിക സമയങ്ങളില്ല. ഇതാ നമ്മുടെ കൺമുമ്പിൽ പ്രവചനം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം പഠിപ്പിക്കുന്ന പാസ്റ്റർമാർ എത്ര പേരുണ്ട്? ഒരു പാസ്റ്റർ നിങ്ങൾ മരണവീട്ടിലല്ല, അതവിടെ നിൽക്കട്ടെ. ജീവനോടിരിക്കുമ്പോൾ അവനെ പറഞ്ഞു കേൾപ്പിക്കണം. എന്ത് കേൾപ്പിക്കണം? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. ചത്ത് കിടക്കുന്നവരോട് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെ ജീവനോടെ വെച്ച് ഈ വിഷയങ്ങൾ പ്രസംഗിച്ച്, അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിച്ച് മരണഭീതി അവനിൽ മാറ്റി, അവന് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് അവരുടെ ഹൃദയം ഉള്ളു നിറഞ്ഞ് അവൻ സന്തോഷത്തോടെ പ്രത്യാശയോടെ
കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ നിറഞ്ഞ് ലോകത്തെ വെറുത്ത് അവൻ തികഞ്ഞ ആത്മീയനായി ആത്മീയ വർധന പ്രാപിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയോടെ അവൻ മരിച്ചാലല്ലേ സ്വർഗത്ത് പോവുള്ളൂ. കലക്കവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വന്നിട്ട് ലോകത്തെ സ്നേഹിച്ച് ദ്രവ്യാഗ്രഹിയായി ലോകം സ്നേഹികളായി ലോകത്തിൻ്റെ ഗതിവിധികൾക്കനുസരിച്ച് പോയിട്ട് അവൻ ചത്ത് കഴിയുമ്പോൾ ഹേ മരണമേ നിൻ്റെ ജയമെവിടെ, ഹരണമേ നിൻ്റെ വിഷമുള്ളവിടെ, ഒരു ഗുണമില്ല സഹോദരങ്ങളെ. എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ മരണഭീതി മാറണം വിശ്വാസികൾ. ഇന്ന് മരിച്ചാൽ ഞാൻ നിത്യതയിലാണെന്നുള്ള ഉറപ്പുണ്ടാകണം. കാഹളം ധരിക്കുമ്പോൾ നാം ഉയർത്തെഴുന്നേറ്റ് വരും, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കുമെന്നുള്ളൊരു വിശ്വാസം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തീർന്നു. നിങ്ങൾ പിന്നെ പിശാചിൻ്റെ അവകാശത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞാൻ അങ്ങനെ അങ്ങ് തീർത്തും പറയുക. കുറച്ച് പറഞ്ഞിട്ട് സുഖിപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം ആഴത്തിൽ ഈ വചനങ്ങൾ ഞാൻ ഗ്രഹിച്ചു പോയി. ഹല്ലേലൂയ. അപ്പോൾ ആ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ പഠനമാണ് നമ്മൾ നടത്തുന്നത്. അത് എല്ലാം പഠിക്കാനും വായിക്കാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. ആ 15-ാം അധ്യായത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗങ്ങൾ മാത്രം ഇടവിടയില്ലാതെ പറഞ്ഞ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു നിങ്ങളെ ഓർപ്പിക്കും. മതി. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുക. ആ പ്രയോഗങ്ങൾ മനസ്സിലായോ? ആ പൗലോസിന്റെ പ്രയോഗം ഒന്ന് പഠിക്കുക സഹോദരങ്ങളെ. സുവിശേഷം, ഗോസ്പൽ, നല്ല വർത്തമാനം. സുവിശേഷത്തിന്റെ ആകത്തുക യേശുക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളു. അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷം യേശുക്രിസ്തുവാണ്. സുവിശേഷത്തിന് 2 ഭാഗമുണ്ട്. അതൊന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുക. ഇപ്പോൾ മറ്റൊരുത്തന് രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടു വരിക, പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരിക, കർത്താവിനെ ഹൃദയത്തിൽ ലക്ഷ്യതമായി സ്വീകരിക്കുക, കർത്താവ് കർത്തൃത്വം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. അത് കഴിച്ച് സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം എന്താ പാസ്റ്ററെ? രക്ഷിക്കപ്പെട്ടു വരുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി രക്ഷാപൂർത്തിയിലേക്ക് നടത്തുവാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ച് ആത്മീയ വളർച്ചയിലേക്ക്, ആത്മീയ വർധനവിലേക്ക്, ആത്മീയ നിറവിലേക്ക് അവരെ നടത്തുന്ന സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. അതാണ് ഇന്ന് സഭ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് സഭ വേണ്ടെന്ന് പറഞ്ഞ് ഇന്ന് മുമ്പോട്ട് പോകുന്നത്. രക്ഷിക്കപ്പെട്ടു വരുന്നവനെ സങ്കീർത്തനം പഠിപ്പിച്ച് മോശെ, ഏലിയാവും ദാവീദും വെട്ടും കുത്തും യുദ്ധവും അതും ഇതുമൊക്കെ പഠിപ്പിച്ച് അവനെ കോടതി കയറ്റി അവനെ വഴക്കുണ്ടാക്കി അവനെ തമ്മിൽ തല്ലിച്ച് പക്ഷം പിടിപ്പിച്ച് അവനെ നശിപ്പിക്കുക ഇന്ന് സഭകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘോരമായൊരു പ്രവൃത്തിയാണെന്ന് ഞാനത് പറയട്ടെ. എനിക്കതിൽ വേദനയുണ്ട്, എനിക്കതിൽ സങ്കടമുണ്ട്, എനിക്കതിൽ ദുഃഖമുണ്ട്. ഞാൻ അവരെ ഓർത്ത് കരയുന്നു, കണ്ണീരൊഴുക്കുന്നു. സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തുക. മറ്റൊരുത്തിന് രക്ഷയില്ല, കർത്താവിൽ മാത്രം രക്ഷ. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപിയായ മനുഷ്യൻ പാപത്തെ വിട്ട് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. യേശുവിനെ എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു, യേശുക്രിസ്തു ദൈവപുത്രൻ ഞാൻ വിശ്വസിക്കുന്നു
അങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു. അവനെ രക്ഷാപൂർത്തിയിലേക്ക് നടത്താൻ ഈ ഉപദേശം പഠിപ്പിക്കുന്നില്ലെങ്കിൽ പാർഷന്മാരെ നമ്മൾ ജനത്തെ കൊന്നുകളയുക ചെയ്യും.